NIOSൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ഓപ്പൺ സ്റ്റഡിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ലിബറലാണ് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ. ഏതൊരു കുട്ടിക്കും അതിൻ്റെ വയസ്സിൻ്റെ. അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വസ്സലാത്തു അലാ മുഹമ്മദ്. പീസ് റേഡിയോ വഴികാട്ടി പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളും ഹൃദ്യമായ സ്വാഗതം. പലവിധ കാരണങ്ങളാൽ പഠനം ഇടയ്ക്ക് മുടങ്ങിയ ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം ആളുകൾക്ക് തുടർ പഠനത്തിനും ഒപ്പം പുതിയ കോഴ്സുകൾ ചെയ്യാനുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനമാണ് NIOS അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന സംവിധാനം. 2 പതിറ്റാണ്ട് കാലമായി മലപ്പുറം ജില്ലയിലെ ചെമ്മാട് എന്ന ഭാഗത്ത് ടാറ്റ് അക്കാദമിയിലൂടെ ഇത്തരം NIOS സേവനങ്ങൾ നടത്തിവരുന്ന ശ്രീ റഹ്മത്തുള്ള സാഹിബാണ് നമ്മുടെ വഴികാട്ടിയിലെ ഇന്നത്തെ അതിഥി. സർ, സ്വാഗതം വഴികാട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആക്ച്വലി എന്താണ് ഈ NIOS എന്ന സംവിധാനം? NIOS എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. ഇത് ഏകദേശം ഒരു 2.5 പതിറ്റാണ്ട് കാലത്തോളമായി ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ MHRD മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസിന് കീഴിൽ തുടക്കം കുറിച്ച ഒരു സംവിധാനമാണ്. യഥാർത്ഥത്തിൽ പല ജീവിതത്തിലെ വ്യത്യസ്ത കാരണങ്ങളാൽ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി, അതായത് നമ്മുടെ SLC, +2 എന്നീ കോഴ്സുകളൊക്കെ പഠിക്കാൻ അവസരം ലഭിക്കാതെ പോവുക. പ്രത്യേകിച്ച് നമ്മുടെ ഒക്കെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ നാട്ടിൽ പല നിലയ്ക്ക് സാമ്പത്തികമായി പ്രശ്നങ്ങൾ, സാമൂഹ്യമായ, നേരത്തെ പെൺകുട്ടികളാണെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ചു പോവുക, അതുപോലുള്ള വ്യത്യസ്ത കാരണങ്ങളാൽ, അല്ലെങ്കിൽ പിന്നെ മറ്റു മതവിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്കൊക്കെ ഒരു അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ ലഭിക്കാതെ പോകുന്ന ഒരു അവസരത്തിൽ നമ്മുടെ മറ്റൊരു ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്ന സമയത്ത് ഒരു അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവരൊക്കെ പിന്തള്ളപ്പെട്ട് പോവുകയാണ്. ഇത്തരം ആളുകൾക്ക് ഒരു സൗകര്യം അല്ലെങ്കിൽ ഒരു അവസരം നൽകുക എന്നുള്ള നിലക്ക് കേന്ദ്ര ഗവൺമെൻറ് രൂപീകരിച്ച ഒരു സംവിധാനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് NIOS എന്ന് പറയുന്നത്. ഏത് വർഷം ആരംഭിച്ചത് കേന്ദ്ര ഗവൺമെൻറ്? ഇത് 2002 മുതലാണ് ഈ NIOS എന്നുള്ള രൂപത്തിൽ വന്നത്. അതിനു മുമ്പ് NOS എന്നുള്ള രൂപത്തിൽ, അതായത് നാഷണൽ ഓപ്പൺ സ്കൂളിംഗ് എന്നുള്ള രൂപത്തിൽ വന്നിരുന്നു. പിന്നീട് ഇത് സാധാരണ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ ഒരു റീജിയണൽ സെൻറ്റർ, എല്ലാ സ്റ്റേറ്റുകളിലും ഒരു റീജിയണൽ സെൻറ്ററിന് കീഴിൽ നമ്മുടെ അക്രഡിറ്റഡ് സ്കൂളുകൾ സ്ഥാപനവൽക്കരിച്ചുകൊണ്ട് അതിലൂടെ ഇതിൻ്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഇതൊക്കെ നൽകിക്കൊണ്ട് ഈ ഒരു സംവിധാനം ഏകദേശം 2002 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം? ഈ NIOS സ്ഥാപനം തുടങ്ങാനുള്ള ഒരു ചിന്ത എവിടെ നിന്ന് കിട്ടിയത്? ഇതിൻ്റെ കാരണം പ്രധാനമായിട്ടും നമുക്ക് അറിയാലോ. അപ്പോൾ ഒരു 1-ാം ക്ലാസ്സിൽ ചേർന്ന ഒരു കുട്ടി 10-ാം ക്ലാസ് വരെ ഇപ്പം നോർമലി അവന് ഒരു പരാജയം അറിയാതെ ജയിച്ചു പോകും. അപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിലേക്ക് അതിൻ്റെ ഒരു 75% കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. ബാക്കിയുള്ള കുട്ടികൾ കേരളത്തിൻ്റെ തന്നെ ഇതേപോലെ ഒരു സ്കീമുണ്ട്, സ്കോൾ കേരള എന്ന് പറയും. സ്കോൾ കേരള എന്ന് പറഞ്ഞാൽ ഇത് കേരള സർക്കാർ നടത്തുന്ന ഒരു ഓപ്പൺ സ്കീം. അതിന് അതിലൂടെ എഴുതുന്ന കുട്ടികൾ പലപ്പോഴും നമുക്കിപ്പം ഒരു റിസൾട്ട് വരുമ്പം 10-ാം ക്ലാസ്സിൻ്റെത് നോർമലി എല്ലാവരും എഴുതുന്നുണ്ട്. ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് വരുമ്പം 95%, 99% എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സ്കോൾ കേരളയിൽ ഏകദേശം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വേറെ എഴുതുന്നുണ്ട്. ഇവരുടെ കണക്ക് ഇതിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു 10 ലക്ഷം കുട്ടികൾ SLC എഴുതി എന്ന് പറഞ്ഞാൽ അതിലൊരു 7 ലക്ഷം കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടുന്നത്. അതിൽ 2.5 ലക്ഷം പോലെ കുട്ടികൾ പുറത്ത് കിട്ടാതെ വരുന്നുണ്ട്. ഇവർ കേരളത്തിൻ്റെ സ്കോൾ കേരള എല്ലാം എഴുതി വരുമ്പം പൊതുവേ ബാക്ക്വേർഡായിട്ടുള്ള കുട്ടികളാണ് ഈ സ്കോൾ കേരള സെലക്ട് ചെയ്യുന്നത്. പാരലൽ കോളേജുകളൊക്കെ നടത്തുന്നത് സ്കോൾ കേരളയാണ്. അപ്പോൾ ഇതിൽ വരുന്ന റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 10% പോലും ഇല്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. 90% പുറത്തു പോകുന്നു. കാരണം ബാക്കിയുള്ള ഒരു 10%ഒക്കെയാണ് പാരലൽ കോളേജുകളിൽ 10% or 20% മാക്സിമം. ബാക്കിയുള്ള കുട്ടികൾ വെറുതെ 2 വർഷം പഠിച്ചു, പിന്നീട് അവർ ഇത്തരം ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ മറ്റേതെങ്കിലും മേഖലകൾ തേടി പോവുകയാണ്.
അവിടെ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് അവർക്ക് അവസരം ലഭിക്കുമ്പോഴാണ് ഈ ഒരു പ്ലസ് ടുവിനെ സംബന്ധിച്ച് അവരും ബോധവാന്മാരാവുന്നുള്ളൂ. ആ സമയത്ത് പലപ്പോഴും വിദ്യാർത്ഥികൾ ഓടി വന്നിട്ട് സാറേ എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം ചെയ്തെന്ന് എങ്ങനെയെങ്കിലും പ്ലസ് ടു പാസ്സാക്കി തരണം, പിന്നെ ഞങ്ങൾക്ക് 2 കൊല്ലം ഈ വിഷയങ്ങൾ ഇത്ര അധികം പഠിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ എന്നൊക്കെയുള്ള പല സ്വാഭാവികമായിട്ട് നമ്മൾ എളുപ്പവഴികളാണല്ലോ നോക്കുക. അതെ അതെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്ന് കുറേ നമുക്കറിയില്ലായിരുന്നു. ആ സമയത്താണ് NIOSൻ്റെ ഒക്കെ പിന്നെ ഈ ഒരു ചില കാര്യങ്ങൾ നമുക്ക് പത്രങ്ങളിലൂടെയും അതേപോലെ തന്നെ മറ്റു മീഡിയകളിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞു, സാധ്യത മനസ്സിലാക്കി. അപ്പോൾ അതിൽ നോക്കുമ്പം NIOSൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ഓപ്പൺ സ്റ്റഡിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ലിബറലാണ് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ. ഏതൊരു കുട്ടിക്കും അതിൻ്റെ വയസ്സിൻ്റെ പിന്നെ പരിമിതികളില്ല. പരിമിതി എന്ന് വെച്ചാൽ പിന്നെ ഏറ്റവും കുറഞ്ഞ വയസ്സ് ഒരു SLCക്ക് പോകുന്ന കുട്ടിക്ക് 14 വയസ്സ് വേണം. പ്ലസ് ടുവിന് പോകുന്ന കുട്ടിക്ക് ഏകദേശം ഒരു 16-17 വയസ്സ് ആ ഒരു രൂപത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഒരു കുട്ടിക്ക് വേണമെങ്കിൽ നേരിട്ട് വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്ത് അവർക്ക് പരീക്ഷ എഴുതിയാൽ നമ്മുടെ കേരള സർക്കാർ കൊടുക്കുന്ന അതേ വാലിഡിറ്റിയോടുകൂടി ഇവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭ്യമാണ്. പക്ഷേ നമുക്കറിയാം ഈ പിന്നെ NIOSൻ്റെ സിലബസ് വളരെ സ്റ്റാൻഡേർഡുള്ള സിലബസാണ്. അപ്പോൾ നമുക്ക് ഏകദേശം CBSEയുടെ സിലബസിനൊക്കെ പോലെ തന്നെ പിന്നെ ഉള്ളൊരു സിലബസാണ്. പക്ഷേ ഇത് ഓപ്പണാണ് എന്നുള്ള വ്യത്യാസമുള്ളൂ. ഈ കേരള സർക്കാരിൻ്റെ വളരെ മലയാളത്തിലുള്ള വിഷയം തോറ്റ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് എഴുതി പിന്നെ പാസ്സാവുക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അതിനാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പിന്നെ ഇതിലേക്ക് അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങി. അവരെ ഈ ഒരു പിന്നെ NIOSൻ്റെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ഡ്യൂറേഷൻ ശരിക്കും 2 വർഷം കഴിഞ്ഞ ഒരാൾക്കാണ് ഇത് ചെയ്യാൻ കഴിയുക, പാസ്സായി വരാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ SLC കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുള്ളൂ. 1 വർഷം വെയിറ്റ് ചെയ്യുക. ഇനി നേരത്തെ ചെയ്യുന്ന ഒരാൾ 2 വർഷം വരെ എക്സാം സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടിരുന്നു കൊണ്ട് 2 കൊല്ലം പഠിക്കുക. മിക്ക ആളുകളും ഇപ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെ പരസ്യം കാണാറുണ്ട് 6 മാസം കൊണ്ട് പ്ലസ് ടു. യഥാർത്ഥത്തിൽ NIOSൻ്റെ പ്ലസ് ടുവിനാണ് നമ്മൾ ഈ 6 മാസം കൊണ്ട് എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പം ഒരു ഭാഗത്ത് ഇത് എങ്ങനെയെങ്കിലും എഴുതി പാസ്സാവണമെന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട്, മറുഭാഗത്ത് ഇതിന് അംഗീകാരമില്ലേ എന്ന് ചിന്തിക്കുന്ന, കാരണം വെറും 6 മാസമല്ലേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇത് അംഗീകാരം ഉണ്ടാവാൻ കാരണം ഇത് കേന്ദ്ര സർക്കാർ കൃത്യമായ വ്യവസ്ഥയോടുകൂടി പാർലമെൻറ്റ് പിന്നെ പാസ്സാക്കിയിട്ടുള്ള നിയമവ്യവസ്ഥയിലാണിത് നടന്നു പോകുന്നത്. ഇതിൻ്റെ 6 മാസം എന്ന് പറയുന്നത് എക്സാമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് 2-3 ഫൈനൊക്കെ എടുത്തിട്ട് ആ ഡേറ്റ് മുതൽ എക്സാമിലേക്ക് വരുന്ന ഡ്യൂറേഷനാണ് നമ്മൾ ഈ 6 മന്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ജൂലൈ ഓഗസ്റ്റിലാണ് നമ്മൾ കേരളത്തിലെ ഒരു ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് പിന്നെ അവർ പറയുന്നത്. അത് കഴിഞ്ഞ് എക്സാം മാർച്ചിലാണെങ്കിൽ കണക്ക് കൂട്ടിയാൽ ഒരു 6-7 മാസം നമ്മൾ പറയുള്ളൂ. പക്ഷേ ഇത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പോലുള്ള പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 6 മാസം എന്ന് പറയുന്നു. പക്ഷേ 6 മാസം അല്ല. ഇത് SLC കഴിഞ്ഞ ഒരു കുട്ടി പിന്നെ 1 വർഷം കഴിഞ്ഞ് അവന് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നീട് 1 വർഷം തന്നെയുള്ള ഡ്യൂറേഷൻ യഥാർത്ഥത്തിലുണ്ട്. എക്സാമും പരീക്ഷയും തമ്മിലുള്ള ആ ഒരു ഡ്യൂറേഷനാണ് നമ്മൾ 6 മാസം എന്ന് പറയുന്നത്. അത് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്, ഇത് അംഗീകാരമില്ലാതെ പോകുന്നതല്ല. ഇതിന് കറക്റ്റായിട്ടുള്ള അംഗീകാരമുണ്ട്. ഇത് നിലവിൽ ഇപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞ പല ആളുകളും അവർ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഈ കോഴ്സ് കഴിഞ്ഞുകൊണ്ട് ഇന്ന് ഉന്നത നിലവാരത്തിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഏത് വർഷമാണ് നമ്മൾ ഈ അക്കാഡമിയിൽ തുടങ്ങിയത്, ക്ലാസ് തുടങ്ങിയത്? ഈ സ്കീം ഞാൻ തുടങ്ങുമ്പോൾ 2007 തുടങ്ങിയത്. 2002 ഇന്ത്യ ഗവൺമെൻറ് 2002 ഇത് ശരിക്കും ഇതിപ്പോൾ വ്യാപകമായി വന്നത് ഏകദേശം 2010 കൂടിയൊക്കെയാണ് വ്യാപകമായിട്ട് വന്നിട്ടുള്ളത്. അതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെ. നമുക്കറിയാം പ്ലസ് ടു ഹയർ സെക്കൻഡറി വകുപ്പിൻ്റെ കീഴിലാണ് നടക്കുന്നത്. അതെ. അതും ഇപ്പോൾ ഈ NIOS വഴിയുള്ള പ്ലസ് ടു തമ്മിൽ വ്യത്യാസം എന്താണ്? ഇതിൽ അതിൻ്റെ പേപ്പറുകൾ തമ്മിൽ വ്യത്യാസം. ഇപ്പം 6 സബ്ജക്റ്റാണ് നമുക്ക് കേരളത്തിൽ ഹയർ സെക്കൻഡറിക്ക്. അതിൽ +1 6, +2 6 എന്ന് വെച്ചാൽ 2 സബ്ജക്റ്റുകൾ ഒന്നാണെങ്കിലും സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 വർഷങ്ങളായിട്ടാണ് പഠിക്കുന്നത്. ഇതിൻ്റെത് 5 വിഷയങ്ങൾ മാത്രം പാസ്സായാൽ മതി. അത് 2 വർഷം നമ്മൾ സമയമെടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്മിഷൻ എടുത്ത് 6 മാസം കൊണ്ട് എക്സാം നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു 5 വിഷയം, ഈ 5 വിഷയം എന്നുള്ളതിൽ ഒരു വിഷയം ഒരു പിന്നെ വൊക്കേഷണൽ സബ്ജക്റ്റ് കൂടിയാണ്. അതായത് തൊഴിലധിഷ്ഠിത.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഡാറ്റ എൻട്രി, കമ്പ്യൂട്ടറിൻ്റെ ഒരു പേപ്പറാണ്. അപ്പോൾ ഇത് കമ്പ്യൂട്ടറിൻ്റെ ഒരു പേപ്പർ എടുത്ത് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഒരു ജോബ് ഹണ്ടിങ് സമയത്തൊക്കെ കമ്പ്യൂട്ടർ നോളേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൊക്കേഷണൽ ഒരു സർട്ടിഫിക്കറ്റിൽ ഈ ഒരു വൊക്കേഷണൽ സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടൊരു അഡ്വാൻറ്റേജാണ്. അതിപ്പോൾ SLCക്ക് ആണെങ്കിൽ ധാരാളം, ഇപ്പം ബേക്കറി മേക്കിംഗ്, അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്, അതുപോലെ അങ്ങനെയുള്ള കുറേ ഇതിൻ്റെ വൊക്കേഷണൽ സബ്ജക്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ NIOS കോഴ്സിനും ഈ വൊക്കേഷണൽ സബ്ജക്റ്റ് ഉണ്ടാവും. ഉണ്ട്, എല്ലാത്തിൻ്റെ കൂടെ ഇപ്പോൾ കമ്പൽസറിയാണ്. ഇപ്പോൾ കുറച്ച് ഒരു ലിബറലൈസേഷൻ വന്നിട്ടുണ്ട്, നിർബന്ധമല്ല എന്നുള്ളത്. എന്നാലും ഞങ്ങൾ ഒക്കെ ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ ട്രാക്കിലൊക്കെ കൊടുക്കുന്നത് ഞങ്ങൾ 6 സബ്ജക്റ്റ് കൊടുക്കുന്നുണ്ട്. 6 സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ ഏതായാലും 5 എണ്ണം ഈ കുട്ടിക്ക് പിന്നെ നമ്മൾ കേരള സിലബസ് പോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് അതിൻ്റെ 5 വിഷയം കൊടുക്കും. പിന്നെ ഒരു വൊക്കേഷണൽ സബ്ജക്റ്റും കൊടുക്കും. അത് 2 ഗുണങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും കേരള സർക്കാർ പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും ഈ സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചതാണ്. ഇതിൽ 6 വിഷയം നിർബന്ധമാണ് എന്ന് എപ്പോഴെങ്കിലും ഒരു നിയമം വന്നാൽ ആ സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മളൊരു 6 വിഷയം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എളുപ്പമായിരിക്കും. ശരിക്കും 7 വിഷയം വരെ എടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ സാർ ഈ മേഖലയിൽ 2 ബട്ടൻ്റെ വർക്ക് ചെയ്യുന്നതല്ലോ, അപ്പോൾ ഒരുപാട് പേര് സാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരിക്കാം ഈ കോഴ്സ് ഇടയ്ക്ക് മോർണിംഗ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ മനസ്സിൽ തട്ടിയ ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, ക്ലാസ് ഇത് പഠിക്കാൻ കഴിയാതെ പോയ സന്ദർഭങ്ങൾ. അങ്ങനത്തെ 1-2 സന്ദർഭങ്ങൾ പറഞ്ഞാൽ നന്നാവും. ഞാൻ ഓർക്കുന്നത്, ഒരിക്കൽ ഒരു നല്ലൊരു പർദ്ദയൊക്കെ ധരിച്ചു, ഏകദേശം ഒരു 40-40 വയസ്സുള്ളൊരു സ്ത്രീ, 40 വയസ്സുള്ള. അപ്പോൾ അവർ ഗൾഫിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ പെട്ടെന്ന് എന്തോ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, അവർക്ക് തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഈ മോണ്ടിസോറി കോഴ്സുകളൊക്കെ നടത്തുന്നുണ്ട്, അതിലേക്ക് അന്വേഷിച്ചിട്ടാണ് വന്നത്. മോണ്ടിസോറി മോണ്ടിസോറി കോഴ്സിന് പഠിക്കണമെങ്കിൽ മിനിമം +2 വേണം. അപ്പോൾ +2 ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ +2 ഇല്ല. പിന്നെ ഇനി പ്രൈമറി കോഴ്സ് വേണമെങ്കിൽ SLC വേണം. SLC ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ SLC ഇല്ല. അപ്പോൾ അവർ നല്ല ഹിജാബൊക്കെ ധരിച്ചൊരു സ്ത്രീയാണ്. അപ്പോൾ അവർ അതൊക്കെ പറയാനൊരു മടിയുണ്ട്, ഇല്ല എന്നൊക്കെ പറയാനുള്ളത്. അതേസമയം ഗൾഫിലൊക്കെ കുറച്ച് ഇങ്ങനെ പോയി നിന്നതുകൊണ്ട് കുറച്ചൊരു അവയർനെസ്സൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടൊക്കെ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ക്വാളിഫിക്കേഷൻ വേണമല്ലോ ഇതിനൊക്കെ എന്ന് പറഞ്ഞപ്പം എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ, നമുക്ക് NIOSൻ്റെ SLC ഉണ്ട്, അത് കഴിഞ്ഞ് +2 ഉണ്ട്. അപ്പോൾ അവർ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചേരാൻ പറ്റുമോ, ഞാൻ 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, കാരണം നമുക്ക് ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല. ഇപ്പോൾ ഇവിടെ എത്ര വയസ്സ് അപ്പോൾ എൻ്റെ കൂടെ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ 2007-2008 പീരീഡിൽ ഒരു 60 വയസ്സുള്ള ഒരാളുണ്ടായിരുന്നു, ഒരു അത്യാവശ്യം. അപ്പോൾ ആൾ യുനാനി ചികിത്സകൾക്ക് നടത്തുന്ന ആളാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമം വന്നു, ഇവർ ചികിത്സ നടത്തുന്നവർക്കൊക്കെ മിനിമം SLC അല്ലെങ്കിൽ +2 സയൻസ് വേണമെന്നൊക്കെ. അപ്പോൾ അവരൊക്കെ കയറിയിട്ട് നേരെ വന്ന് പെട്ടെന്ന്, കാരണം ആർക്കും ഇത് ഓപ്പൺ കോഴ്സാണല്ലോ, ഓപ്പൺ കോഴ്സാണ്. പിന്നെ ഇതിൽ ക്ലാസ്സിൽ റെഗുലറായിട്ട് വരേണ്ടതില്ല, ഇവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് തന്നെ ഇപ്പോൾ ഒരു കുട്ടി കാലിബറുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവന് ഡയറക്റ്റ് ഇതിൻ്റെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് സ്റ്റഡി മെറ്റീരിയൽസ് അവർ അയച്ചു കൊടുക്കും, ഇംഗ്ലീഷിലായിരിക്കുന്നുള്ളൂ. SLCക്ക് ആണെങ്കിൽ 10ാം ക്ലാസ്സിനാണെങ്കിൽ മലയാളത്തിൽ വിടും, ബാക്കി ഹയർ സെക്കൻഡറിക്ക് ഇംഗ്ലീഷാണ്. അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആവശ്യമില്ല, നേരിട്ട് തന്നെ ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. അതൊരു അക്രഡിറ്റഡ് സെൻറ്റർ ഉണ്ടാവും, ആ സെൻറ്ററിലായിരിക്കും എക്സാം. അവർക്ക് ഇപ്പം നിലവിലൊരു കോൺടാക്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ക്ലാസ്സൊക്കെ മതിയെങ്കിൽ അത് പിന്നെ അറ്റൻഡ് ചെയ്യണം. ഇപ്പം പലപ്പോഴും പലരും അത് അറ്റൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വേറൊരു സമയത്ത് അത് പരീക്ഷൻ്റെ മുമ്പായിട്ട് വന്നിട്ടൊന്ന് അവിടെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തായിട്ടെങ്കിലും കാണിക്കണം. മാൻഡേറ്ററി ആണത്. അങ്ങനെയൊക്കെയുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്, നേരത്തെ അതില്ലായിരുന്നു. അവിടെ സ്കൂളുകൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞ് ഞാനിങ്ങനെ SLC പിന്നെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ സർട്ടിഫിക്കറ്റ് അന്ന് ഇതുപോലുള്ള SLC എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സാധാരണഗതിയിൽ ഒരു സെൽഫ് അറ്റസ്റ്റഡ് ഒരു ഡിക്ലറേഷനും പിന്നെ ജനന സർട്ടിഫിക്കറ്റോ അങ്ങനെയൊക്കെ ഉണ്ടായാലും ഇവർ SLC എഴുതാം. 8ാം ക്ലാസ്സാണ് പറയുന്നത്, എന്നാൽ അതൊന്നും ഇല്ലാത്ത ഒരാൾക്കും ഇത് എഴുതാൻ പറ്റും. അപ്പോൾ അവർ ഒരു ഡിക്ലറേഷനും പേപ്പറൊക്കെ തന്ന് അവിടെ വന്ന് SLC എഴുതി
അവരുടെ ക്ഷമ ഞാനിപ്പോഴും അതാണ് ആ ഒരു താല്പര്യം ഈ മേഖലയിൽ അതായത് നേടണം അവർ ജോലി ലഭിക്കണം. കാരണം ഗൾഫിൽ നിന്ന് പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ആ ഒരു പ്രയാസം. അങ്ങനെ SLC എടുത്തു, പ്ലസ് ടു എടുത്തിട്ട് പിന്നെ മോണ്ടിസോറി എടുത്തു. ഇന്നിപ്പോൾ അവർ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി അത്യാവശ്യം നല്ല കുട്ടികളൊക്കെ വെച്ച് ടീച്ചേഴ്സ് ട്രെയിനിങ്ങും അതേപോലെ തന്നെ ചെറിയ മോണ്ടിസോറി സ്കൂളുകൾ ഇതൊക്കെ. അപ്പോൾ അവരുടെ ഒരു വിൽ പവർ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം ആ ഒരു 40 വയസ്സിൽ എന്തെങ്കിലും എത്താൻ പറ്റുമെന്നുള്ള ഇതുപോലുള്ള പല സമാനമായ ധാരാളം കേസുകൾ നമുക്ക് അനുഭവത്തിൽ വരാറുണ്ട്. കാരണം ഒന്നുമല്ല എന്നുള്ളൊരു തോന്നൽ, ഞാൻ ഇനി പ്ലസ് ടു തോറ്റുപോയി അല്ലെങ്കിൽ SLC തോറ്റുപോയി, എനിക്ക് SLC എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, എൻ്റെ രക്ഷിതാക്കളെ ശ്രദ്ധിച്ചില്ല, എൻ്റെ പിന്നെ വേണ്ടപ്പെട്ടവർ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളവരെ കൈപ്പിടിച്ച് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നമ്മൾ സാധാരണ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയല്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ ക്ലാസ്സിൽ വന്ന് ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരാം, ഇവിടെ നിങ്ങൾക്ക് യൂണിഫോം ഇല്ല, ഇവിടെ നിങ്ങൾക്ക് അറ്റൻഡൻസ് ഇല്ല ഞങ്ങളുടെ ക്ലാസ്സിൽ. പക്ഷേ പിന്നെ ഇവിടെ ജോയിൻ ചെയ്ത് ഇവിടെ ക്ലാസ് റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കും. വരുന്നവർക്ക് വരാം, വരാത്തവർക്ക് വരണ്ട. പക്ഷേ എല്ലാ ക്ലാസ്സിലും അത്യാവശ്യം ആളുകളുണ്ടാവും. അതിന് കാരണം നമ്മുടെ അടുത്ത് വരുന്ന ഈ സ്റ്റുഡൻസ് അവർ സ്റ്റുഡൻസ് അല്ല, യഥാർത്ഥത്തിൽ അവർക്ക് ഇത് അവരുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് അവർ മറ്റേ ഹയർ സെക്കൻഡറിക്കൊക്കെ വളരെ പിന്നെ അഡമൻ്റായി നിൽക്കുന്ന കുട്ടികൾ ഈ ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ കളികളൊന്നുമില്ല, നീറ്റാവും. അവർ വളരെ സീരിയസോടുകൂടിയാണ് ക്ലാസ്സിലിരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളാണ് തോന്നി ഈ സ്ഥാപനത്തിൽ വരുന്നത്. അപ്പോൾ അത്തരം ആളുകൾ ഇങ്ങനെ തുടർ പഠനം തുടങ്ങുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, പ്രതിസന്ധികൾ ഉണ്ടായിരിക്കും. അതെന്തൊക്കെയാണ്? ഇപ്പോൾ പഠിച്ചാൽ ബുദ്ധിയിൽ ഓർമ്മ കിട്ടില്ല, അങ്ങനത്തെ ഒരുപാട് സന്ദർഭങ്ങൾ. അത് ഇത് ഈ കോഴ്സിന് വേണ്ടി വരുമ്പോൾ നമ്മൾ ഈ ഉയർന്ന പ്രായപരിധി ഇല്ല എന്ന് പരസ്യത്തിൽ കാണുമ്പം ഓടി വരുമ്പം പിന്നെ സാറേ ഞാൻ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, എനിക്ക് പിന്നെ എഴുതാൻ എൻ്റെ ഹാൻഡ് റൈറ്റ് മോശമാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ ആശങ്കകൾ ഒക്കെ ആയിട്ടാണ് അവർ വരാറുള്ളത്. പക്ഷേ ഇത് ഒരുമിച്ച് ശരിക്കും ഇത് ഓൺലൈൻ പിന്നെ ഒരു ഓപ്പൺ കോഴ്സ് ആയതുകൊണ്ട് സ്വന്തമായി വീട്ടിലൊക്കെ ഇരുന്ന് പിന്നെ പഠിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ വന്ന് ഒരു കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ എന്നെപ്പോലുള്ള കുറേ ആളുകളുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചിന്ത അവർ മാറും. പിന്നെ ഇപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് സ്പെഷ്യൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കും അവർക്കുള്ള. അവിടെ പിന്നെ നല്ല നമ്മുടെ സ്ഥാപനത്തിന് പുറത്തുനിന്നുള്ള നല്ല മോട്ടിവേഷൻ ഫാക്കൽറ്റിയൊക്കെ കൊടുത്തിട്ട് അവർക്കൊരു ക്ലാസ്സൊക്കെ കൊടുത്തിട്ട് അവരെ ആ ഒരു പിന്നെ കോംപ്ലക്സ് ഉണ്ട്, ഇൻഫീരിയർ കോംപ്ലക്സ്, അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും. പിന്നെ ഹാൻഡ് റൈറ്റൊക്കെ പലപ്പോഴും NIOSൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത NIOSൽ കുട്ടികൾ പാസ്സാവുന്നത് അവർ കൂടുതൽ വായിച്ച് പഠിക്കുന്ന ഒരാളുടെ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ളതല്ല നോക്കുന്നത്. ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിനൊരു ആൻസർ ചെയ്യാൻ കഴിവുണ്ട് എന്ന് കണ്ടാൽ മാർക്ക് ജനറൽ ടൈപ്പാണ്. അവർക്കൊരു സിലബസ് ഉണ്ട്, എന്നാൽ പോലും ആ സിലബസിൽ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ സ്റ്റുഡൻറ്റിന് മനസ്സിലാവുന്ന രൂപത്തിൽ ഇപ്പോൾ മിക്കവാറും ഇംഗ്ലീഷിലൊക്കെ വരുന്നത് കൂടുതൽ പാസേജ് കൊടുത്തിട്ട് അതിൽ നിന്ന് ചോദ്യം എടുത്തു കൊടുക്കുക, പിന്നെ ലെറ്റർ റൈറ്റിംഗ്, അങ്ങനെയൊക്കെയുള്ള ഒരു കോമൺ സെൻസ് ഉള്ളൊരു ആൾക്ക് വളരെ ഈസി ആയിട്ട് പാസ്സാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ പറയാറുണ്ട് ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് നന്നാക്കണം. ഹാൻഡ് റൈറ്റിംഗ് നന്നാവുമ്പോൾ അതിനനുസരിച്ച് മാർക്ക് കൂടുതലുണ്ട്. അപ്പോൾ ആ നിലക്ക് അവർ ആ ആശങ്കകളൊക്കെ അവർക്ക് പിന്നെ നമ്മൾ ഈ ഒരു ക്ലാസ്സിലിരിക്കുന്നതോടുകൂടി മാറും. പലർക്കും ഇപ്പോൾ ചിലരൊക്കെ പിന്നെ ഇത്രയും പ്രായത്തിൽ ഞാനെങ്ങനെ ക്ലാസ്സിൽ വന്നിരിക്കുന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജോലി അവിടുത്തെ ആളായി മാറും. ഓക്കെ. ഇപ്പോൾ സാധാ സ്കൂൾ സംവിധാനം NIOS സംവിധാനങ്ങളിൽ മുഖ്യ വ്യത്യാസം എന്തൊക്കെയാണ്? സാധാ സ്കൂളിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് പിന്നെ അവർക്ക് റെഗുലറായിട്ട് ക്ലാസ്സിൽ വരണം, അറ്റൻഡൻസ് കൃത്യമായിട്ട് നോക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ മറ്റൊരു എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യാൻ കഴിയില്ല റെഗുലർ ആകുമ്പോൾ. അപ്പോൾ പിന്നെ ഏജിലുള്ള ഇപ്പോൾ നമ്മളെ സ്കൂളുകളിൽ ഇത്ര ഏജുള്ള കുട്ടികളെല്ലാം നമ്മൾ പഠിപ്പിക്കാൻ കഴിയും. അതേസമയം ഇവിടെ നമുക്ക് പിന്നെ NIOSലേക്ക് വരുന്ന ആ ഒരു പഠനം വരുമ്പോൾ അവർക്ക് പിന്നെ സമാന പ്രായക്കാർ, ഇപ്പം വ്യത്യസ്തമായ പ്രായമാണെങ്കിലും അവർക്കത് പ്രശ്നം മാത്രമല്ല. അവർ പ്രായം കൂടിയ ആളുകൾ പ്രായം കുറഞ്ഞ കുട്ടികൾ കൂടെ ഇരുന്ന് പഠിക്കാനാണ് അവർക്ക് താല്പര്യം. കാരണം ഒന്നും കൂടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതാണ്. അതേപോലെ പിന്നെ ഒരേ സമയം നമുക്ക് വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യാം.
പിന്നെ ജോലിക്ക് പോവാം. ഇതിനൊന്നും ഭംഗം വരാത്ത രൂപത്തിലാണ് ഈ ഈ ഒരു സംവിധാനം സംവിധാനം ചെയ്യുന്നത്. പലവിധ ജീവിത സാഹചര്യങ്ങളാൽ പഠനം ഇടയ്ക്ക് വഴിമുട്ടിയ ആളുകൾക്കുള്ള തുടർ പഠന സംവിധാനമാണ് NIOS. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ നമ്മുടെ ഈ എപ്പിസോഡിലെ വഴികാട്ടി ചർച്ച ചെയ്യുന്നത്. ഇതിന് തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അസ്സാം വലൈക്കും വാഹമത്തുള്ള.